നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വില പിടിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഈ 2024 മെയ് മാസം 1-ാം തീയതി പകല് 12:59 വ്യാഴം ഇടവൻ രാശിയിൽ പ്രവേശിച്ചു. ദോഷം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. അത് നിങ്ങളെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ഗ്രഹപ്പിഴ ഉണ്ടെങ്കിൽ നമ്മളെ ദുരിതങ്ങൾ മാറ്റാൻ നമ്മൾ പരിശ്രമിച്ച് പ്രാർത്ഥിച്ച വിലകൾ മാറി കിട്ടും. ദോഷമാണല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാനെ വരെ ശപിച്ച് നമ്മൾ അമ്പലത്തിലും ആചാരങ്ങളും ഒന്നും പോവാതെ വിഷമിച്ച് കഴിയാതെ നിങ്ങൾ കുറച്ച് ഭക്തിയോടുകൂടി ഈ കൊല്ലം ജീവിക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴം 3, 6, 8, 12 ഈ രാശിയിൽ സഞ്ചരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ദോഷം. കാരണം ഈ അഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമുനയോ ഭാവാൻ അനിഷ്ടാൻ വരൂ എന്നാണ്. അപ്പം ഈ 3, 6, 8, 12 വ്യാഴം സഞ്ചരിക്കുന്ന സമയം ദോഷമാണ്. ജാതകത്തിലും ഈ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, നിൽക്കുന്നത്, നമ്മൾ ജനിച്ച സമയത്ത് നിൽക്കുന്നതെങ്കിൽ ജീവിതകാലം മൊത്തവും ആ ഗ്രഹപ്പഴ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇത് നമുക്കൊരു വർഷത്തേക്കുള്ളൊരു ഫലമാണ്. ജാതകം നിങ്ങൾ നോക്കണം. ജാതകത്തിൽ നല്ല ദശകളോ ഗ്രഹസ്ഥിതികളോ ഒക്കെ ആണെങ്കിൽ ഇത് കേട്ട് വിഷമിക്കരുത്. എങ്കിലും ചെറിയ വിഷമതകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. അപ്പോൾ വ്യാഴഗ്രഹം 3-ൽ നിൽക്കുന്ന രാശിക്കൂറുകാരെന്ന് പറയുന്നത് പൂരുരുട്ടാതിയുടെ അവസാനം ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്കാണ് വ്യാഴം 3 നിൽക്കുന്നത്. 3 നിന്ന അരിഭവനെ സഹജേവ ബൃഹദാം പത്യോ സ്ഥിതേ കലഹ എന്നാണ്. 3-ലും 6-ലും ബൃഹത്തായ ഗ്രഹം എന്ന് വെച്ചാൽ വലിയ ഗ്രഹമാണ് വ്യാഴം. ദാമ്പത്യ ഗ്രഹം എന്ന് പറയുന്നത് ശുക്രൻ നിൽക്കുമ്പോഴാണ് സ്ഥിതിയെ കലഹം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ വെട്ട്, കുത്തു, കൊലപാതകം, മരണം, ഈ കേസുകൾ, വഴക്കുകൾ, അക്രമങ്ങളെല്ലാം ഈ കലഹം കൊണ്ടാണ്. കല ഹനിയതി ഇതി കലഹ എന്നാണ്. കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം. അപ്പോൾ വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ് വേഴൻ. അപ്പോൾ ധനത്തിൻ്റെ പേരിൽ കലഹം, സന്താനങ്ങളുടെ കാര്യത്തിൽ കലഹം, കൊച്ചുകുട്ടിയായിരുന്നാലും വലിയ കുട്ടികളായിരുന്നാലും മക്കളുടെ കാര്യം പറഞ്ഞ് വീട്ടിലടി ഉണ്ടാക്കരുത്. പിള്ളേരെ കാര്യം നോക്കി പോട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് ഉപദേശം മാത്രമാകും, ഉപദ്രവമാകരുത്. കാരണം നമ്മൾ നിമിത്തം മക്കൾ കലപിച്ചു പോകാനും മരിച്ചു കളയാനൊക്കെ തോന്നുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത്തിരി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കലഹം ഉണ്ടാകും. അങ്ങനെ സാമ്പത്തിക നഷ്ടങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ബിസിനസ്, നമ്മളെ പ്രൊഫഷൻ, ഇതിലൊക്കെ തന്നെ പാരകളും ശത്രുതകളും കൊണ്ട് പല അവസരങ്ങളും നമ്മളെ കൈ കിട്ടിയതും കൂടെ നമ്മളെ നിമിത്തം തെറിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരവും പെരുമാറ്റവും ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മളെ പ്രതിയാക്കിക്കൊണ്ട് മറ്റുള്ളവർ തടിതപ്പാൻ നമ്മളെ കരുവാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മളൊരു ചെസ് ബോർഡിലിരിക്കുന്ന കരുക്കളെ പോലെയാണ്. നമ്മളെ വച്ച് കളിക്കും. അവസാനം നമ്മൾ ആ കളിയിൽ തോക്കണമെങ്കിൽ അത് പരാജയത്തിൽ വരും. അപ്പം അതേപോലെ നമ്മളെ കളിപ്പിക്കാൻ പല ആൾക്കാർ ശ്രമിക്കും. അപ്പോൾ നമ്മളെ വലിയ വ്യക്തിബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, പാർട്ട്ണർഷിപ്പുകൾ, ബിസിനസ്സുകളെല്ലാം പെട്ടെന്നങ്ങ് നിന്നു പോകാനും നമുക്ക് വലിയ കെണിയിൽ കുടുങ്ങാനും ആളുകൾ വിശ്വാസവഞ്ചന, ചതി ഇതൊക്കെ ചെയ്ത് നമ്മളെ കൊടുക്കാനും ഇത്രയും കാലം നമ്മളുണ്ടാക്കിയത് കേസിൻ്റെ പേരിലോ വഴക്കിൻ്റെ പേരിലോ ജപ്തി നടപടികളൊക്കെ വരാനും ഒക്കെ അവസരമുള്ളതാണ്. ഈ സമയം ഈ വർഷം പൈസ ഇടപാടിൽ നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകല്ലോ. തരാനുണ്ടെങ്കിൽ നീ തരണേന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി. അവൻ കുറച്ചെങ്കിലും തരും. തരൂല എന്ന് പറഞ്ഞ് അടിച്ചു വായിച്ചോളാൻ പറഞ്ഞാൽ നമുക്ക് അടിക്കാനും കൊല്ലാനും പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ജയിലിൽ പോയി കിടക്കാനേ പറ്റും. അതുകൊണ്ട് അതൊരു പരിഹാരമല്ല. അതുകൊണ്ട് കലഹം മാറണം. സഹോദരങ്ങളും 3-ാം ഭാവം സഹോദരങ്ങൾ ഭാവമാണ്. അപ്പോൾ സഹോദരങ്ങളുമായിട്ട്, സഹചാരികളുമായിട്ട്, സന്താനമായിട്ട്, സാമ്പത്തികമായിട്ടൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. 3-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം
നമ്മളെ കൊല്ലാൻ വരെ ആൾക്കാർ വരും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും. ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊല്ലാതിരുന്നാൽ മതി. ഭഗവാൻ തന്ന ആയുസ് ഭഗവാൻ എടുത്തോട്ടും. നമ്മളെ കൊല്ലേണ്ടത് എങ്ങനെയാണ്? നിസ്സാര കാര്യത്തിനും മരിക്കണമെന്നൊക്കെ തോന്നും. ചെറിയ സ്നേഹക്കുറവ് കൊണ്ട്, സഹായക്കുറവ് കൊണ്ടൊക്കെയാണ്. അതുകൊണ്ട് നമ്മളായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും തെറ്റല്ല. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സ്നേഹം കിട്ടുന്നില്ല, സഹായം കിട്ടുന്നില്ല എന്ന് വിഷമിക്കാതെ സ്നേഹം കാണിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. 6 വേടം നിൽക്കുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 4 വരെയുള്ളവർക്കാണ്. അവർക്കും ഇതേപോലെ തന്നെയാണ്. വേഴം 3-ലോ 6-ലോ നിൽക്കുമ്പോഴാണ് കലഹം, വിരോധം, ശത്രുത ഉണ്ടാകുന്നത്. ഇവർക്ക് 6 കലഹം മാത്രമല്ല, ഋണാർത്ഥ, ചോര, ക്ഷത, രോഗ, ശത്രു എന്നാണ്. എന്നാൽ ബാധ്യത എന്ന് വെച്ചാൽ കടം കിട്ടുന്നത് പോലെ വാങ്ങി. ഇപ്പോഴത്തെ പുതിയ ആൾക്കാരൊക്കെ നമുക്കിപ്പോൾ പൈസ ബാങ്കുകാർ ഒരു ലോൺ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് വാങ്ങിക്കും. ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് പേഴ്സണൽ ലോണുകളൊക്കെ കിട്ടും. എല്ലാം വാങ്ങിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യും. ഒരു പക്ഷേ വസ്തു വാങ്ങിക്കുക, വണ്ടി വാങ്ങിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ ബാധ്യത ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സിൽ കൂടെ കിട്ടുന്ന സാമ്പത്തികപരമായ നേട്ടങ്ങൾ ചിലപ്പം അതിന് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ മറ്റു കാര്യങ്ങൾ മുടങ്ങിപ്പോകും. അങ്ങനെ ബാങ്കുകാരെ പറ്റിക്കാൻ പറ്റില്ല. അവർ ജപ്തി നടപടികളും കാര്യങ്ങളുമായിട്ട് വരും. അങ്ങനെ ജപ്തി നടപടികൾ, കടബാധ്യതകൾ, ഋണാർത്ഥ, ചോര, ക്ഷത, രോഗ, ശത്രു എന്നാണ്. ഋണബാധ്യതകൾ കൂടും, കടങ്ങൾ കൂടും. കടം ഭയങ്കര ദോഷം പിടിച്ച കാര്യമാണ്. കടം ഉണ്ടെങ്കിൽ നിങ്ങൾ വസ്തു, വണ്ടി വാങ്ങിച്ചതാണ് കടമെങ്കിൽ വണ്ടി വിറ്റ് കടം തീർക്കാം. വീട് വെച്ചതാണ് കടമെങ്കിൽ വീട് വിറ്റ് കടം തീർക്കാം. ഇല്ലാതെ വീടും വേണം, കടം തീർക്കാൻ നിവൃത്തിയില്ലാതിരുന്നാൽ നമുക്ക് കടം കൂടി വരും. പലിശക്കാർ വരും, ബാങ്കുകാർ വരും, ജപ്തി നടപടി വരും. നമ്മൾ ഏത് ഭൂലോകത്ത് പോയി ഒളിച്ചിരുന്നാലും കടം തീരില്ല. കൂടി വരെയുള്ളൂ പലിശയും. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു വർഷം നമുക്ക് ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് പലിശയെങ്കിലും അടച്ചു നിന്നാൽ കടം തീർത്ത് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല. ക്ഷതം, മറിഞ്ഞു വീണ് കൈകാലുമൊക്കെ ഓടിയുന്ന സമയമാണ് ക്ഷതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്നത്, സ്റ്റെപ്പ് ഇറങ്ങുന്നത്, അപകടമൊക്കെ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു വീഴ്ച, ഒടിവ്, അപകടമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മരത്തിൽ കയറുന്നത്, കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ വലിയ കൺസ്ട്രക്ഷൻ പണികളൊക്കെ ചെയ്യണവരൊക്കെ സൂക്ഷിക്കണം. തൊഴിലാളികൾ, എൻജിനീയേഴ്സൊക്കെയാണ് കൂടുതലും കെട്ടിടത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി നിൽക്കുന്നത്. കഴിയുന്നത് തറയിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നതെങ്കിൽ ചെയ്താൽ മതി. ഒരുപാട് റിസ്ക്കുള്ള പണികളൊന്നും ചെയ്യരുത്. ക്ഷതം, രോഗം തന്നെ. ശത്രു എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ശത്രുക്കൾ കൂടി വരും. അത് പ്രത്യേകിച്ച് ധനകാരകനായിട്ടുണ്ട്. ധനത്തെ സംബന്ധിച്ചും സന്താനങ്ങളോട് കൂടും വിരോധം തോന്നും. പിള്ളേർ കലപിച്ചും മരിച്ചൊക്കെ പോണ സമയമാണ് ഈ വേറെ 3, 6, 8, 12 നിൽക്കുമ്പോൾ പിള്ളേരുടെ കാര്യത്തിനും കുറച്ച് പൈസയൊക്കെ നമുക്ക് കടമാവും. അവരെ പഠിപ്പിക്കുന്നതിന്, അവരുടെ അഡ്മിഷൻ, അവരുടെ വിദേശ യാത്ര, വിവാഹം, ഇതിനെയൊക്കെ സംബന്ധിച്ച് കിട്ടണ പൈസ എത്രയും കൂടെ ഒപ്പിച്ച് റെഡിയാക്കി ശരിയാകും. ചില ആൾക്കാർ കല്യാണമൊക്കെ നടത്താൻ വേണ്ടി, ആഡംബരമായിട്ട് നടത്താൻ വേണ്ടി വീടും ലോൺ വെച്ച്, ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളും കടം വാങ്ങിച്ച്, ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ച് ആഡംബരമായിട്ട് കല്യാണമൊന്നും നടത്തും. പിന്നെ നമുക്ക് കടം തീർക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. നിങ്ങൾ ഒരു കടവും വാങ്ങിച്ച് വലിയ ആഡംബരമൊന്നും കാണിക്കണ്ട. നമ്മളെ കൊച്ചിനെ നമുക്കുള്ളതുപോലെ അവർക്ക് ഒരു വിവാഹവും കാര്യങ്ങളോ നടത്തിച്ചാൽ മതിയാവും. ലോകത്തില്ലാത്തൊക്കെ വിറ്റുപറക്കി കടം വാങ്ങിച്ചൊക്കെ ആഡംബരം കാണിച്ചിട്ട് പിന്നെ നമ്മൾ വിഷമിച്ച് വിൽക്കാനും ഒന്നുമില്ല, വാങ്ങിക്കാനും ഒന്നുമില്ല, കൊടുക്കാനും ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ ഈ കാലഘട്ടം വളരെ ശ്രമിക്കും. ലോട്ടറി, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഇതിലൊക്കെ നമുക്ക് നഷ്ടങ്ങളുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ സാമ്പത്തികപരമായ ചുഴിക്കുഴികളിൽ ചെന്ന് ചാടരുത്. ഏജൻസി മുതലായ കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ കറക്റ്റ് ബില്ല്, പേയ്മെൻറ്റ് റെക്കോർഡുകൾ സൂക്ഷിക്കുകയും കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും വളരെ റെക്കോർഡുകളായിരിക്കും. ഒരു വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനൊക്കെ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചാൽ നമ്മളെ പൈസ മറ്റൊരാൾ പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വളരെ ശ്രദ്ധ കാണിക്കേണ്ടതായിട്ടുണ്ട്. വേഴ 6 നിൽക്കുന്ന സമയം ഈശ്വരാനുകൂല്യം കുറയും. സ്ഥിരമായിട്ട് ജപവും തപവും പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിന് അമ്പലത്തിൽ പോകാൻ സമയം കിട്ടിയില്ല, പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല, പള്ളിയിൽ പോകാൻ സമയം കിട്ടിയില്ല, നമ്മളന്ന് വ്രതങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ മുടങ്ങി. ഇങ്ങനെ നമുക്ക് ഈശ്വരാനുകൂല്യം കുറഞ്ഞു വരുമ്പോൾ ദോഷങ്ങൾ കൂടി വരും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഈശ്വരൻ്റെ കാര്യം ഫാസ്റ്റ്, ദൈവികപരമായ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഏതൊക്കെ മതത്തിൽ വിശ്വസിക്കുന്നുവോ അവർ ആ മതത്തിനെ അനുസരിച്ച് ദൈവികത്തെ, മതത്തിനെ പിടിക്കണമെന്നല്ല,
ദൈവങ്ങളെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടും. എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു മതങ്ങളും മറ്റൊരു നാശത്തിന് വേണ്ടിയല്ല. എങ്കിൽ ദൈവങ്ങളുടെ കാര്യത്തിൽ എല്ലാ ദൈവങ്ങളിലും അതിൻ്റേതായ ശക്തിയുണ്ട്. വാപ്പാന്നും ഡാഡിയെന്നും അച്ചാന്നും പപ്പാന്നും ഒക്കെ വിളിക്കുന്ന ഒരാൾ തന്നെ, പല രീതി കാണുന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാ ദൈവങ്ങളും നമുക്ക് വേണം. ഒരു ദൈവങ്ങളും നമുക്കെതിരല്ല. ദൈവത്തിൻ്റെ ആൾക്കാർ ചിലപ്പം നമ്മളെ കുത്തി പറഞ്ഞെന്നിരിക്കും. അതൊക്കെ അവരുടെ മതം വലുതാണെന്ന് കാണിക്കാൻ വേണ്ടി, മത പ്രചരണത്തിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ ആൾക്കാർ കരുതും. അതിൽ നിന്നും നമുക്ക് താല്പര്യമുള്ളതുപോലെ ചെയ്താൽ മതി. നമ്മളതിനെ എതിർക്കാനോ അല്ലെങ്കിൽ കൂടുതൽ പുകഴ്ത്താനോ നിന്ദിക്കാനോ വണ്ടിക്കാനോ കൂടുതൽ പോകണ്ട. മയറ്റി അങ്ങ് പോയാൽ മതി. അപ്പോൾ ആ വിനകൾ മാറിക്കിട്ടും. ശത്രുദോഷം മാറാൻ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയവും ഐശ്വര്യ പൂജ, ശത്രുക്കന്മാരുടെ പൂജ, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ 3. അടുത്ത 8 ഏറ്റവും വലിയ ദോഷം. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ജ്യോതിഷത്തിൽ ഏറ്റവും അഴുക്ക രാശിയാണ് 8. 8ൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ചിത്രയുടെ അവസാനത്തെ 30 നാഴിക ചോതി വിശാഖത്തിൻ്റെ 3/4 വരെ ഉള്ളവർക്കാണ്, തുലാരാശി കൂറുകാർക്കാണ് 8ൻ്റെ പണി ഇപ്പോൾ കിട്ടുന്നത്. 8ൻ്റെ പണി എന്ന് പറയുന്നത് ജാതം വാ വിഫലം വിനഷ്ടവികലോ തത്രോ അധികഷ്ടോ അഷ്ടമഃ. ജാതം വാ വിഫലം, ഒരു ഫലവും എനിക്ക് കിട്ടണില്ലേ എൻ്റെ പൊന്നു ഭഗവാനെ തോന്നും. ഒരുപാട് പൈസ കയ്യിൽ കിട്ടിയാൽ ആ പൈസ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു, ഇങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്ത്, അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് നമുക്ക് ബാങ്കിൽ സേവ് ചെയ്യാൻ ഒരു പൈസയും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഇടപാടുകൾ കറക്റ്റ് നമുക്ക് നടത്തിയില്ലെങ്കിൽ നമുക്ക് ജപ്തി നടപടികൾ, ആക്ഷേപങ്ങൾ, ജപ്തികളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന പൈസ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. ബാങ്കിൻ്റെ ബില്ല് തന്നെ ആദ്യം EMIക്ക് തന്നെ കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊരു വേണോ നമുക്ക് ചെയ്യേണ്ടെന്നല്ല, പതുക്കെ ചെയ്യാം. ബാങ്കിൻ്റെ EMI കാര്യങ്ങളൊക്കെ നോക്കണം. നിങ്ങൾക്കൊരു വസ്തു വാങ്ങിക്കണം, വസ്തു വാങ്ങിക്കണ്ട. കാരണം ഇപ്പം നമുക്ക് കടം തീർന്നിട്ട് വസ്തു വാങ്ങിക്കാൻ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പലവരും ഇങ്ങനെയാണ്, കുറച്ച് വിലയ്ക്ക് ഒരു വസ്തു അടുത്ത് കിടക്കുമ്പോൾ നമുക്കുള്ള കടം അതേപോലെ നിർത്തിക്കൊണ്ട് വീണ്ടും ബാങ്കിനെ സമീപിച്ച് വലിയ ലോണുകളൊക്കെ എടുക്കും. അപ്പോൾ എല്ലാം കൂടി അങ്ങ് നിന്ന് പോകും. അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ വിഫലം. ഒന്നിനും ഒരു ജോലിക്കോ ബിസിനസ്സിനോ കാര്യത്തിനോ നിങ്ങൾ പൈസ കൊടുക്കണമെങ്കിൽ പൈസയും കിട്ടൂല, ജോലിയും കിട്ടൂല, ആളുകൾ പറ്റിക്കൊണ്ട് പോകും. ഈ നഷ്ടം കയ്യിരുന്നതും പോയി, കിട്ടാനുള്ളതും കിട്ടൂല, തരാനുള്ളത് അരിയില്ല, കടവും കൂടാവും. വികല ഐശ്വര്യ അപകീർത്തിക്ക് മങ്ങൽ, വളരെ ഐശ്വര്യക്കുറവ്, പിന്നെ കേസ്, വഴക്ക്, കോടതി വ്യവഹാരങ്ങൾ, അപവാദങ്ങൾ, ആക്ഷേപങ്ങൾ, സന്താനങ്ങളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ, പിള്ളേർക്ക് അസുഖങ്ങൾ, അപകടങ്ങൾ, വിഷമങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് ചുരുളിൽപ്പെട്ടു പോകുന്നത് പോലെ. ഭയങ്കര സിദ്ധിയും ഭക്തിയും ആത്മീയവും ദൈവീകവും ഒക്കെ ഉള്ളവരാണ് ചിത്തിരയും ചോതിയും വിശാഖവും തുലാകൂറുക. അവർ വളരെ ഭക്തന്മാരാണ്, സ്വാമിമാരെ പോലെ ജീവിക്കുന്നവർ. അതുകൊണ്ട് കുറേയൊക്കെ അവർക്ക് സമാധാനം, വരണമെങ്കിൽ വരട്ടെ, പോകണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് സമാധാന ചിത്തരായിട്ടിരിക്കും. എങ്കിലും ഈ കടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഉള്ള കടം എങ്ങനെയെങ്കിലും നമ്മളെ വസ്തു വിറ്റാൽ വണ്ടി വിറ്റെങ്കിലും തീർത്ത് സമാധാനപ്പെട്ടിരിക്കാൻ നോക്കണം. ഒരു വർഷം കഴിയുമ്പം 7-8 നിന്ന് മാറി 9-ലും 10-ലും 11-ലും വരുമ്പോൾ നമ്മൾ തന്നെ സൂപ്പർ ഹീറോ, ഇപ്പം 0 അതായിട്ടിരിക്കുന്നത് കൊണ്ട് ഇരിക്കണം. വിഷ്ണുവിനെ ഭജിക്കണം, ഭഗവാനെ ഭജിക്കണം, ആത്മീക ദൈവിക കാര്യങ്ങൾ നടക്കണം. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും നമുക്ക് ഒരു കുഴപ്പവും ബാധിക്കില്ല. കേളം കുലുങ്ങിയാലും പാലം കുലുങ്ങാതിരുന്നാൽ മതി. അപ്പം അങ്ങനെ നമുക്ക് പ്രയാസങ്ങൾ വരുന്നത് അതിജീവിക്കാൻ വേണ്ടി സുദർശന പൂജ, നവഗ്രഹ പൂജ, നരസിംഹമൂർത്തി പൂജ, ഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്ത ജപങ്ങൾ, ഇതൊക്കെ നടത്തിയാൽ മതി. അപ്പോൾ ദോഷങ്ങൾ കാണും. സന്താനങ്ങൾക്ക് വലിയ വിഷമതകൾ, ആപത്തുകൾ, അപകടങ്ങൾ, കടങ്ങൾ, അവർ പഠിക്കണില്ല, ജോലി കിട്ടണില്ല, കല്യാണം നടക്കണില്ല, ഇങ്ങനെയൊക്കെ ഒരു 100 വിഷമങ്ങളുള്ളത് കൊണ്ട് സന്താന ഗോപാലമൂർത്തി പൂജ ചെയ്യണം. പിള്ളേരെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട, അവർ കൂടെ പറയണം, നമ്മൾ കേൾക്കണം. അങ്ങനെ മക്കളുടെ വിവാഹത്തിനും ജോലിക്കും വിദേശ യാത്രയ്ക്കൊക്കെ വേണ്ടി എഴുതി വിറ്റെങ്കിലും നമ്മൾ കൊടുക്കും. പക്ഷെ അവർക്കും വലിയ മെച്ചങ്ങൾ കിട്ടാതെയൊക്കെ പോകുന്ന സമയമാണ്. നമ്മുടെ ജാതകത്തിലെ ഗ്രഹപ്പിഴ അനുസരിച്ച് ഈ വേഗമാറ്റങ്ങളുണ്ട്. നമ്മൾ കുറേയൊക്കെ അന്ന് ശ്രദ്ധിച്ച് ക്ഷമകരമായിട്ട് പോകണം. പിന്നെ മിഥുനക്കൂറുകാർക്ക് 12-ലെ വേഴ. മിഥുനക്കൂറ് എന്ന് പറയുന്നത് പുണർദം, മകയിരത്തിൻ്റെ അവസാനം പുണർദം,
ത്തിൻ്റെ മുക്കാൽ വരെ, മകയിരത്തിൻ്റെ അവസാനം തിരുവാതിര പുണർത്തിൻ്റെ മുക്കാൽ വരെ ഉള്ളതാണ് മിഥുനരാശിക്കുള്ളത്. അവർക്ക് 12-ാം വേഴമാണ്. വീട് വിറ്റ് പോകണമെന്ന്, നാട് വിട്ട് പോകണമെന്ന്, നമ്മളുടെ നിമിത്തമൊന്നും മറ്റുള്ളവർ മരിച്ചതെന്ന്. കാരണം ഈ 12-ന് വേഴം നിൽക്കുമ്പോൾ ഹരിഭവനെ സഹദേവ ഭഗതാമ്പത്യോ സ്ഥിതേ കലഹ നൃപപീഡ നിധനകരെ ലഗ്നേൻ ദിവ്യാം വധോവയ. ലഗ്നത്തിൻ്റെയോ ഹിന്ദുവിൻ്റെയോ ചന്ദ്രൻ്റെയോ 12-ൽ വേഴം നിൽക്കുമ്പോഴും വധോവയെ, വധം നടക്കുമെന്ന് പറയണം. നമ്മളെ കൊല്ലാൻ ആൾക്കാർ വരും, നമ്മളെ പിടിക്കുവാൻ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക, അവർ ഇവന് എത്തുക, നമ്മൾ കൊന്നെന്ന് കേൾക്കും. എന്തെങ്കിലും സഹായങ്ങളോ സേവനങ്ങളോ ചെയ്യാതിരിക്കുമ്പോൾ അവർ കയറി ആത്മഹത്യ ചെയ്ത അത് നമ്മുടെ നിമിത്തമാണ് ചത്തയെന്ന് കേൾക്കും. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതാണ് 12-ാം വേഴം. ഒരു രാജ്യത്തിലും ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാൻ തോന്നുന്നില്ല. മത്സരങ്ങളിലും പരീക്ഷയ്ക്കൊക്കെ പോയി 1/2 മാർക്കിന് 1 മാർക്കിന് 1 പോയിൻ്റ് 1 സെക്കൻഡിനൊക്കെ ആയിരിക്കും നമ്മൾ തോറ്റു പോകുന്നത്, വിഷമം വരുന്നത്. അങ്ങനെ എൻ്റെ ജോലി പോയി, പൈസ പോയി, ഒരു റിക്രൂട്ട്മെൻറ്റിന് പോയിട്ട് അതിന് നല്ല വെറും വ്യത്യാസം കൊണ്ട് 1/2 മാർക്ക് കൊണ്ടൊക്കെ നമുക്ക് ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു. പരീക്ഷകളിലൊക്കെ ചെറിയ വ്യത്യാസം കൊണ്ട് വലിയ അംഗീകാരങ്ങൾ നഷ്ടപ്പെടും. അപ്പം അങ്ങനെയുള്ള വിദ്യയ്ക്കും ഉദ്യോഗത്തിനും സമ്പത്തിനും സൗഭാഗ്യത്തിനും സന്തതിക്കുമൊക്കെ തടസ്സം ചെയ്യുന്ന സമയമാണ്, ദോഷം വരുന്ന സമയം. അതുകൊണ്ട് നമ്മൾ വിഷ്ണുവിനെ ഭജിക്കണം, സരസ്വതി പൂജ നടത്തണം, സന്താനഗോപാലമൂർത്തി പൂജ, ഐശ്വര്യ പൂജ, ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ വിഷമതകൾ ഒരുപാട് മാറി കിട്ടും. കുടുംബക്ഷേത്രത്തിലും വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിൽ പോയി ദർശനം, വഴിപാട്, പൂജ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ കുരുക്കുകളും ഗുണാകുരുക്കുകളും വിഷമങ്ങളും നമുക്ക് മാറും, നല്ലത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന വേഗമാറ്റം കൊണ്ടുള്ള ദുരന്തങ്ങളും വിഷമങ്ങളും നമുക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിക്കണം. ഈ ശത്രുദോഷങ്ങളൊക്കെ മാറാനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ദോഷ സമയമാണെങ്കിൽ വളരെയധികം പേടിക്കണം. അതുകൊണ്ട് ഈ ദോഷങ്ങൾ കേട്ട് നിങ്ങൾ വിഷമിക്കാതെ ഇന്നു മുതൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് നിങ്ങൾ എല്ലാ അമാവാസി തോറും ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് ഈ ഗ്രഹപ്പിഴകൾ മാറും. അങ്ങനെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജയുണ്ട്, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമമുണ്ട്, 4 മണിക്ക് യമരാജ ഹോമമുണ്ട്, 5 മണിക്ക് ഭദ്രകാളി പൂജയുണ്ട്, 6 മണി തൊട്ട് 7:30 മണി വരെ അഭിഷേകമുണ്ട്. കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. അവിടെ ഈ 2024 മെയ് മാസം 21-ാം തീയതിയാണ് അടുത്ത ഇടവ മാസത്തിലെ ചോതി. ഈ മാസം 21-ാം തീയതി നടക്കുന്ന പൂജകളിൽ, അന്നദാനങ്ങൾ, കർമ്മങ്ങളിൽ, അഭിഷേകങ്ങളിൽ, കലശങ്ങളിലൊക്കെ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു. നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഈ ഗ്രഹപ്പിഴ കൊണ്ടുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.